പറയുന്നത് ബീഫിൻ്റെ ഏറ്റവും ഫ്ലേവറുള്ള ഐറ്റമാണ് ഈ ലെഗ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പുറത്ത് കുക്ക് ചെയ്യാൻ വിചാരിച്ചു. അതുപോലെ പല വീഡിയോസ് ഞങ്ങൾ പുറത്ത് കുക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മുടെ സ്റ്റുഡിയോയിലും കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണാം. നമ്മളൊരു എല്ലിൻ്റെ ഡിഷും കൊണ്ടാണ് വരിക്കുന്നത്. ബീഫിൻ്റെ എല്ല് വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം, അതേപോലെ നമുക്ക് ചുട്ടൊക്കെ നോക്കാം. അതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഈ അടിപൊളി സ്ഥലത്ത് വന്നിരിക്കുന്നത് നല്ലൊരു അനുഭവമാണ്. എല്ലാവരും ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ്. പോയാലും നമുക്ക് കഴിയെടുക്കാവുന്ന സാധനമല്ലേ ഉള്ളൂ. കൈ എപ്പോഴും കഴുകുക. കുക്കിങ്ങിന് തുടക്കുന്ന മുമ്പ് കൈ കഴുകുക. നമ്മൾ ആദ്യം തന്നെ എല്ലൊന്ന് കഴുകിയെടുക്കാം നല്ലപോലെ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ രക്തമൊക്കെ നല്ലപോലെ പോകണം. കുറച്ച് നേരം വെള്ളത്തിൽ ഒരു മണിക്കൂറൊക്കെ മുക്കിയിടണം. നല്ലപോലെ രക്തമൊക്കെ പോയി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യുന്നത് ഞാൻ എല്ലിൻ്റെ കറിക്ക് ഉണ്ടാക്കാൻ, അതേപോലെ ഒരു ബോൺ മാരോ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്ക് കനലിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി ആ രീതിക്കുള്ള പല രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമുക്ക് ആ പല രണ്ട് ജോയിൻറ്റും കട്ട് ചെയ്ത് കറിക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി ഭാഗം വെച്ചിട്ടുണ്ട്. ഈ മജ്ജയിലാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. മൊത്തം മജ്ജ മാത്രമാണ്. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. നല്ലപോലെ എല്ല് തൊലിയെല്ലാം കളഞ്ഞിട്ട്, അതേപോലെ സ്കിന്നും ഫാറ്റ് എല്ലാം കളഞ്ഞിട്ട് എല്ല് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ആക്ഷൻ ബ്ലേഡും കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടു എടുക്കാൻ പറ്റത്തില്ല. തിരിച്ച് നമ്മൾ മുറിച്ചേ പറ്റത്തുള്ളൂ. നന്നായിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടു ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഏകദേശം 2 മണിക്കൂർ എടുത്തു. ഇത് മാത്രം ആരും ട്രൈ ചെയ്യേണ്ട, ഭയങ്കര പാടാണ്. ഇത് നമുക്ക് അല്ലാണ്ട് നല്ല കറിയായിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ കുക്കറിൽ കുറച്ച് എല്ല് വേവിക്കാൻ വെക്കുക. ബാക്കിയൊന്ന് എല്ലാം ഇട്ടിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക, മല്ലിയില, പുതിനയില, സവോളയും തക്കാളിയും, അതേപോലെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ബേ ലീഫിൻ്റെ ഫ്ലേവർ ഇതെല്ലാം ഇട്ട് ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നമുക്കെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. എന്നാ ഗുണം? കയ്യെ കുറെ പറ്റുമായിരിക്കും അല്ലേ? ഇത് നമ്മൾ 2 ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. കറിക്ക് വേണ്ടിയും സാലഡിന് വേണ്ടിയും. അതിനുവേണ്ടി സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ്, അതേപോലെ ബാക്കി പച്ചക്കറികളൊക്കെ നമുക്ക് അരിഞ്ഞ് വെക്കാം. ഈ ബാഗ് ഉണ്ട്, നല്ലതാണ്. നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെക്കാൻ. എല്ലാം ഫ്രഷ് ആയിട്ടിരിക്കും. ഇതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇഷ്ടമുള്ളവർക്ക് മേടിക്കാം. നമുക്ക് ഫ്രീസറിലല്ല വെജിറ്റബിൾ ട്രെയിലല്ല ഫ്രഷ് ഒരു സംഭവം വരുന്നുണ്ട് വെജിറ്റബിൾസ് എല്ലാം. ഇതിൻ്റെ പേര് വെഡിഫൈ എന്നാണ്. ഞാൻ എന്താ ലിങ്ക് ഇടാം, താല്പര്യമുള്ളവർക്ക് മേടിക്കാം കേട്ടോ. ഇനി ഒരു സിമ്പിൾ സാലഡ്. അത് നമുക്ക് അതിന് വേണ്ടി ഒരു സവോളയും തക്കാളിയും മല്ലിയിലയും പുതിനയിലും എടുത്തിട്ടുണ്ട് ഇപ്പോൾ. അതേപോലെ നമുക്ക് കുറച്ച് കുക്കുംബർ പല രീതിയിൽ കുരുവെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അതും ഇടുന്നുണ്ട്. ഇത് ലെറ്റ്യൂസ് ആണ്. സാലഡ് ഒരു ഗുമ്മ് വരാൻ വേണ്ടി, കുറച്ചും കൂടി കടിക്കുമ്പോൾ ക്രിസ്പി ഫീൽ വരാൻ വേണ്ടി ലെറ്റ്യൂസും കൂടി ഉപയോഗിക്കുക. അത് നല്ല വാട്ടർ കണ്ടൻറ്റൊക്കെ ലെറ്റ്യൂസ് ആണ്. അത് ഐസ്ബർഗ് ലെറ്റ്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ചില സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടുള്ളൂ, അവിടെ മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കാണുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ കുറച്ച് ഉപ്പും കുരുമുളകും പിന്നെ കുറച്ച് ഒലീവ് ഓയിലും നാരങ്ങ നീരൊക്കെ ഒഴിച്ച് നമുക്ക് സാലഡ് അങ്ങ് ഡ്രസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി നമ്മളൊരു തീയൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതേപോലെ കുറച്ച് ബേ ലീഫൊക്കെ ഇട്ട് അതിന് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ഗരം മസാലകൾ പലതും ഇട്ടിട്ട് നമുക്ക് സവോളയും തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ഇട്ട് നല്ല പുകയും ബഹളവും ആയിരുന്നു ആ സമയത്ത്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി. നല്ല രസം, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അതുപോലെ പുറത്തെ കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഫീൽ, നല്ല രസമാണ്. നമുക്ക് കുറച്ച് ഗാർലിക് പൊടി ഇടാം. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ചില്ല. അതിന് പകരം കുറച്ച് ഗാർലിക് പൗഡർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
അതേപോലെ നമുക്ക് കുറച്ച് എന്താ പറയുക റെഡ് കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ കുറച്ച് മല്ലിപ്പൊടി. വളരെ എളുപ്പത്തിലുള്ള സിമ്പിൾ നമുക്ക് എല്ലാവർക്കും ഉള്ള മസാലാസ് തന്നെയാണ്. പ്രത്യേകിച്ച് അതിനൊരു വേറെ ക്രിയേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കുറച്ച് ഇറച്ചി മസാല, മീൻ മസാല മേടിച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വഴറ്റി എടുക്കാം. നമുക്ക് വഴറ്റി എടുത്തിട്ട് നമ്മൾ ഇതോ കരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു, അതും കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് ആവശ്യം അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ കുക്കറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുക്കറിൽ ഇരിക്കാൻ വെച്ച ഇറച്ചി കഴിഞ്ഞിട്ട്. അപ്പോൾ അതിലും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഞങ്ങളൊരു 10 തവണ ഞങ്ങൾ വിസിലടിച്ചിട്ടുണ്ട് കുക്കായി വരാൻ വേണ്ടി. തിളച്ച സമയത്ത് കുറച്ച് ഗരം മസാല അവസാനം ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ മസാല ആണ്, സിമ്പിൾ റെസിപ്പിയാണ്. പകുതിക്ക് എല്ല് കട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് ഉപ്പും കുരുമുളകും മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. നമുക്ക് ഇതിൽ വേറെ രീതിയിൽ ബനാനയിൽ ഈ ലീഫിൽ നമുക്ക് റാപ്പ് ചെയ്തിട്ട്, ഫോയിൽ പേപ്പർ റാപ്പ് ചെയ്ത് നമുക്ക് ഈ കനലിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുത്ത് നോക്കാം. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. സാധാരണ ഇതിപ്പോൾ ഓവനിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഈ മജ്ജ നല്ല അടിപൊളി ഫ്ലേവറാണ്, ഭയങ്കര ഫ്ലേവറുള്ള സാധനമാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബീഫിൻ്റെ ഏറ്റവും ഫ്ലേവറുള്ള ഐറ്റമാണ് ഈ ലെഗ്. കാലിൽ ഫാറ്റും മജ്ജയും. നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളകും മാത്രം. ഇച്ചിരി ഒരു മസാല ഫ്ലേവർ വരട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ കറിയുടെ കഴിക്കാൻ വേണ്ടി കുറച്ച് ചപ്പാത്തിയും അതേപോലെ ബ്രെഡൊക്കെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്രാവശ്യം ഒരു വേറൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചപ്പാത്തിയും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ എങ്ങനെയുണ്ടെന്ന് കഴിക്കാം. എല്ലിൻ്റെ കൂടെയും പിന്നെ ആ മജ്ജൊക്കെ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതേപോലെ ബ്രെഡൊക്കെ വെച്ചിട്ടാണ് കഴിക്കാൻ നോക്കുന്നത്. കപ്പയോ മറ്റോ അതൊന്നും എല്ലാവരും ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഈ വെറൈറ്റി രീതിയിലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബ്രെഡൊക്കെ നല്ല ചുട്ടെടുക്കാം. അതിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ ഇതുണ്ട്. കരിക്കട്ട പോലെ ഇരിക്കുന്ന സംഭവമാണ്. അതൊക്കെ വളരെ ടേസ്റ്റാണ്, അതിൻ്റെ ഒരു ഫ്ലേവറാണ് അതൊക്കെ. അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ബ്രെഡും ചപ്പാത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ചുടാൻ വെച്ച നമ്മുടെ എല്ല് ബോൺ മാരോ ഡിഷ് കോളിൽ ചുട്ടത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞങ്ങളത് എടുത്തപ്പോഴാണ് അറിഞ്ഞത്. ഏകദേശം ഞങ്ങൾ കുറേ നേരം അതിന് കുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ 3 ബോൺ മാരോ ഡിഷും 3 കുളമായി ആക്ച്വലി. അത് 2 നല്ലപോലെ കരിക്കട്ട് ചെയ്ത് 3ാമത്താണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് കുറച്ച് മജ്ജയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാണ്. അതും ഫ്ലോപ്പായി, നല്ലപോലെ കരിക്കട്ടയായിപ്പോയി. എന്തായാലും ഏകദേശം ഇങ്ങനെ 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തായാലും അത് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല. എന്തായാലും കരിഞ്ഞു പോയി. ഇനിയിപ്പോൾ അതുപോലെ പ്ലേറ്റിങ്ങിലേക്കാണ്. നമ്മൾ ഈ അടിപൊളി ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. ഒരു മരത്തിൻ്റെ ചില്ലിലാണ് ഞങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ ഒരു കാഴ്ചയൊക്കെ വെച്ചിട്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലൊക്കെ ഇരുന്ന് കുക്ക് ചെയ്ത് പ്ലേറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ഫീൽ, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഇന്നത്തെ ഡിഷിൽ മെയിൻലി നമ്മൾ മജ്ജയാണ് നോക്കുന്നത്. മജ്ജ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലിൻ്റെ ഭാഗം നമുക്ക് കഴിക്കാൻ പറ്റില്ല, മൊത്തം ഫാറ്റാണ് അതിനകത്ത്. അപ്പോൾ ബാക്കി ഈ മജ്ജ മാത്രമാണ്. മജ്ജയും സാലഡും പിന്നെ ചപ്പാത്തിയും ബ്രെഡും ഈ ഒരു ടേസ്റ്റാണ്. ചുട്ട ചപ്പാത്തിയും ബ്രെഡുമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാവരും ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുന്നത്. ഒഴുക്കുള്ളതുകൊണ്ട് ചെറിയ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചപ്പാത്തിയും കറിയും അതേപോലെ എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് കഴിച്ച് നോക്കാം. മജ്ജ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണല്ലോ അവസാനമായിട്ടാണല്ലോ. നല്ല വിശപ്പുണ്ട്. നല്ല എപ്പോഴും എടുത്തു. എത്ര 5 മണിക്കൂർ നേരം എടുത്തു കേട്ടോ. 5 മണിക്കൂർ. പിന്നെ മജ്ജയും ഒരു സാലഡും കറി എല്ലാം കൂടി ഒരുമിച്ച്. മജ്ജയാണ് എൻ്റെ അത് ഹൈലൈറ്റ്.
കഴിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇത് ഭയങ്കര ഫ്ലേവേഴ്സ്, അതിൻ്റെ എക്സ്പ്ലോഷനാണ്, അതിൻ്റെ ഇതാ ഭയങ്കര ഫ്ലേവറാണ്, മജ്ജയും അതേപോലെ ഈ ഫാറ്റും. ഇപ്പോൾ അതിൻ്റെ കറിയില്ല, അത് നമുക്ക് സൂപ്പ് പോലെ കുടിക്കാം. അടിപൊളി, നല്ല അടിപൊളി ഫ്ലേവറാണ്. അപ്പോൾ നാട്ടിലിപ്പോൾ ഇതൊരു ട്രെൻഡിങ് ഡിഷാണല്ലോ, വയനാട്ടിലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു റെസിപ്പി. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്നാണെങ്കിലും ഞങ്ങൾ ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഫീല് വേറെയാണ്. അത് നല്ലൊരു രസമുണ്ടാകും. ഇച്ചിരി കഷ്ടപ്പാടുണ്ട്, എന്നാലും നല്ല രസമാണ്. അപ്പം ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ ഡിഷ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഞങ്ങൾ ഇതുപോലെ പുറത്ത് ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പ്ലേറ്റഡ് പെയിൻറ്റിങ്സ് എന്ന അക്കൗണ്ട് ഉണ്ട്. അത് ചിലപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഒരു പേഴ്സണൽ ഒരു ഒറ്റ അക്കൗണ്ടായിട്ട് ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുക, അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആമസോണായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും കത്തി എല്ലാത്തിൻ്റെ നല്ലൊരു റിവ്യൂ, നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ മേടിക്കാം വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ ഞങ്ങൾ തുടർന്ന് എല്ലാവരും വൈൻഡപ്പ് ചെയ്യണം, ഞങ്ങളെല്ലാം തീർക്കിട്ടെന്നാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അങ്ങ് പോകാനിരിക്കുമ്പോഴാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു, ബൈ. ഓക്കെ. വീടില്ല നനയാൻ ഇനി ബാക്കിയൊന്നുമില്ല. കട്ടിങ് ബോർഡാക്കട്ടെ.